നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അക്ഷരമുറ്റും കളിയരങ്ങ് സംഘടിപ്പിച്ചു. ഊരകം കിഴക്കുമുറി ഓണാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകരയിൽ കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ 1973-74 SSLC ബാച്ചിന്റെ കുടുംബ സംഗമം നടന്നു. വാർത്തകൾ വിശദമായി. പള്ളിപ്പുറം ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ അക്ഷരമുറ്റത്തെ കളിയരങ്ങ് സംഘടിപ്പിച്ചു. വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത് കളിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് കുമാരി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ രാധാരത്നൻ, ബാലവേദി സെക്രട്ടറി കുമാരി അർച്ചന, കുമാരി ശ്രീനന്ദ എന്നിവർ സംസാരിച്ചു. അധ്യാപകൻ ശിവൻ സമ്മതിദാനാവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. നല്ല പൗരന്മാരാവാൻ അറിവ് നേടാനുള്ള ജിജ്ഞാസ മാത്രം പോരാ, പൗരബോധമുള്ള സംസ്കാരത്തിൽ അധിഷ്ഠിതമായി അവയെ ഉൾക്കൊള്ളുവാനും പ്രവർത്തികമാക്കുവാനും സാധിക്കണമെന്ന് കുട്ടികളുമായുള്ള സൗഹൃദ സംവാദത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് കുട്ടികൾ പാട്ടും നൃത്തവും കവിതയും നാടൻപാട്ടും അവതരിപ്പിച്ചു. രാജകുമാരക ಇಲ್ಲಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂಬಗ ಮಮ ನಾರಗ ತುವೋ ಇಲ್ಲಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂಬಗ ಮಮ ನಾರಗ ತುವೋ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಜಯ್ಯರೋ ರಾಜಕುಮಾರಗ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯರೋ ರಾಜಕುಮಾರಗ ಕುತ್ತುಳ್ಳು ಕುಳಕು ದಿರಿಯೇ ನೋಡಾಲಿ ಲಿಲ್ಲಿ ಮದಾರಿಗ ನನ್ನ ನಿನ್ನ ഒത്തുചേരലിന്റെ ഓർമ്മയ്ക്കായി കുട്ടികളുടെ കൈപ്പത്തി ചായത്തിൽ മുക്കി പതിപ്പിച്ച് സൂക്ഷിച്ചു. ഇത്തരം ക്യാമ്പുകൾ വിപുലമായി ഇനിയും സംഘടിപ്പിക്കണമെന്ന ആശയവുമായാണ് കുട്ടികൾ പിരിഞ്ഞത്. കളിയരങ്ങിന് വൈസ് പ്രസിഡന്റ് ധനലക്ഷ്മി, രമ്യ, കുട്ടികളുടെ രക്ഷിതാക്കൾ, ഗ്രന്ഥശാല പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ഊരകം കിഴക്കുമുറി ഓണാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിഴക്കുമുറി കുമ്മാട്ടി സംഘം ഗജാൻജി വിപിൻ മോഹൻ രക്തദാനം ചേർത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ആശുപത്രിയുടെയും ബ്ലഡ് ഡൊണേഴ്സ് കേരള തൃശൂർ ഘടകത്തിന്റെയും സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഊരകം KSS സുവർണ ജൂബിലി ഹാളിൽ നടന്ന ക്യാമ്പിൽ 40ഓളം യുവതി യുവാക്കൾ രക്തം ദാനം ചെയ്തു. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ 1973-74 SSLC ബാച്ചിന്റെ കുടുംബ സംഗമം നടന്നു. സംഗമം ഫാദർ ജോയ് വൈദ്യകാരൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ 50 വർഷം എന്ന് പറയുന്നത് ഒരു വലിയൊരു കാലയളവാണ്. കാരണം ഒട്ടുമിക്ക സമയം നമ്മിൽ നിന്ന് കടന്നുപോയി. 50 വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളിവിടെ മുമ്പ് പഠിച്ചിരിക്കുമ്പോൾ ആ കണ്ട ഭോഗങ്ങളും ആ കണ്ട രൂപങ്ങളും ഒന്നല്ല ഇപ്പോൾ നമുക്കുള്ളത്. നമുക്ക് ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, രാഷ്ട്രീയമായാലും, വൈദ്യുതിയായാലും, സിസ്റ്ററായാലും, ഡോക്ടറായാലും, ജോലിയായാലും, എല്ലാ മേഖലകളിലും നമ്മുടെ മാനേജ്മെന്റായിട്ട് എല്ലാവരും എഞ്ചിനീയറുണ്ട്, ഇങ്ങനെ പലരുമുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും എത്തിപ്പെട്ടിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കടമകളൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് 50 വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു കാലയളവാണ്. പ്രസിഡന്റ് PV ജോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഭോജൻ കാരണത്ത് AV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു.
വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞു വീണ് 2 യുവാക്കൾക്ക് പരിക്ക്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലെ സുരക്ഷാ ഭിത്തിയിൽ ഇടിച്ചു മറിയുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികരായ മങ്കര ചെറുവായിൽ വീട്ടിൽ 26-കാരൻ ഹസൻ, 22-കാരൻ ശക്തിപാല എന്നിവരെ സംഭവ സ്ഥലത്തു നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കൊടകരയിൽ കിണറ്റിൽ വീണ ഗൃഹനാഥൻ മരിച്ചു. കൊടകര തെശ്ശേരി സ്വദേശി ചെതലൻ വീട്ടിൽ 66 വയസ്സുള്ള ഇട്ടീരയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ നിന്നും നാളികേരമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ തെറ്റി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇട്ടീര തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് അപകട വിവരം അറിയുന്നത്. ഉടനെ ചാലക്കുടി ഫയർഫോഴ്സിന് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ഇട്ടീരയെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചാലക്കുടിയിലെ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരനാണ്. വടക്കാഞ്ചേരി വാഴാനി ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് നിത്യസംഭവമാകുന്നതോടെ ദുരിതത്തിലായി നാട്ടുകാർ ഭീതിയിൽ കഴിയുകയാണ്. അകമല ചേതലക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപക നാശനഷ്ടം സൃഷ്ടിച്ചു. വാഴത്തോപ്പുകൾ തകർത്തെറിഞ്ഞ കാട്ടാനകൾ പ്രദേശത്തെ പ്ലാവിലെ ചക്കകൾ ഉൾപ്പെടെ ഭക്ഷണമാക്കിയാണ് മടങ്ങിയത്. കാടുകളിലെ ഭക്ഷണ ജല ദൗർലഭ്യത മൂലമാണ് ജനവാസ മേഖലയിലേക്ക് ഇവ കൂട്ടത്തോടെ എത്തുന്നതാണ് നിഗമനം. നദികളും പുഴകളും വറ്റിവരേണ്ടതോടെ വാഴാനി അണക്കെട്ട് പോലെയുള്ള ജലസംഭരണികൾക്ക് സമീപം ഇവയെത്തുന്നത് പതിവാവുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് അസുരൻകുണ്ട് ഡാം സ്ഥിതി ചെയ്യുന്ന ചേലക്കര മേഖലയിലും കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയിരുന്നു. സാംസ്കാരിക നഗരിയായ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആന, പുലി തുടങ്ങിയവയുടെ ശല്യം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പാലപ്പിള്ളി റബ്ബർ തോട്ടത്തിന് സമീപം പുലി റോഡിന് കുറുകെ കിടക്കുന്നത് ദൃശ്യങ്ങൾ വഴിയാത്രക്കാരൻ പകർത്തി പങ്കുവച്ചിരുന്നു. വന്യമൃഗശല്യം ദുസ്സഹമാകുമ്പോഴും ഇതിന്റെ ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പിലെ ഉന്നത അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് വസ്തുത. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മുപ്ലിയിൽ പുലി ഇറങ്ങുന്നത് നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു. പകൽ സമയത്ത് പോലും ഈ പ്രദേശത്ത് പുലിയെ കാണുന്നതായി പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ രാത്രി മുപ്ലിയിലുള്ള ഹാരിസൺ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപം പുലിയെ കണ്ടിരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങിയായിരുന്ന റിസാൽ എന്ന യുവാവാണ് റോഡിന് കുറുകെ ഓടി റബ്ബർ തോട്ടത്തിലേക്ക് കയറുന്ന പുലിയെ കണ്ടത്. സമീപ പ്രദേശങ്ങളായ കുണ്ടായി, ചക്കിപ്പറമ്പ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. ചാലക്കുടി കൊന്നക്കുഴി ചക്രപാണി സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് ഓട്ടോ ടാക്സിയിൽ ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരങ്ങൾ. ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ഓട്ടോ ടാക്സിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. ബൈക്ക് ഓടിച്ചിരുന്ന പാലക്കാട് സ്വദേശി 26 വയസ്സുള്ള മേഴാറ്റൂർ കാഞ്ഞിരവളപ്പിൽ ധനലക്ഷ്മിയും ഒപ്പം സഞ്ചരിച്ചിരുന്ന 18 വയസ്സുകാരൻ യദുകൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോയിൽ യാത്രികയായ വിദ്യാർത്ഥിനിക്കും നിസ്സാര പരിക്കേറ്റു. തൃശൂർ അതിരപ്പള്ളിയിൽ മരത്തിൽ നിന്ന് വീണ് ആദിവാസി യുവാവിന് ഗുരുതര പരിക്ക്. വാച്ചുമരം കോളനി നിവാസി 22 വയസ്സുള്ള സുധീഷിനാണ് പരിക്കേറ്റത്. എടനമരത്തിൽ നിന്ന് കായ്ക്കനികൾ പറിക്കാൻ കയറിയതായിരുന്നു സുധീഷ്. ഇതിനിടെ മരത്തിൽ നിന്ന് വീഴുകയായിരുന്നു. കോളനി നിവാസികൾ ചേർന്ന് സുധീഷിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം ദുർഗാഞ്ജലി ഹാളിന് സമീപം നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാർ കത്തിനശിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തിൽ നടന്നിരുന്ന വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാനെത്തിയവരും ക്ഷേത്ര ജീവനക്കാരും ചേർന്ന് വെള്ളമൊഴിച്ച് തീയണച്ചു. തീ കത്തിയ സമയത്ത് വാഹനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പെരുമ്പിള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണ ഊട്ട് മെയ് 1 ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 11-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8943703399 അല്ലെങ്കിൽ 9633
031374 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പെരുവനം മഹാദേവ ക്ഷേത്രത്തിലെ മേടമാസത്തിലെ ഉത്രാടം നാളിൽ നടക്കുന്ന പെരുവനം ഗ്രാമത്തിലെ യാഗം ചെയ്ത അഗ്നിഹോത്രികൾക്ക് വെച്ച് നമസ്കാരം ഏപ്രിൽ 30 നടക്കും. വൈകിട്ട് 5:30 മുതൽ 7 മണി വരെയാണ് ചടങ്ങ്. ബ്രഹ്മശ്രീ പെരുമ്പടപ്പ് ഹൃഷികേശൻ സോമയാജിപ്പാട്, ആരൂർ വാസുദേവൻ അടിത്തിരിപ്പാട് എന്നിവർ നേതൃത്വം നൽകും. മംഗല്യത്തിനും സർവ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോണ പൂജ മെയ് 1 ബുധനാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നടത്തുന്നതാണ്. പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ടോ അല്ലെങ്കിൽ 048723485000 അല്ലെങ്കിൽ 9400741151 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6685 രൂപ, പവന് 53480 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി അക്ഷരമുറ്റം കളിയരങ്ങ് സംഘടിപ്പിച്ചു. ഊരകം കിഴക്കുമുറി ഓണാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകരയിൽ കിണറ്റിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ 1973-74 SSLC ബാച്ചിന്റെ കുടുംബ സംഗമം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.